ഗുഡ് മോർണിംഗ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന ചാപ്റ്ററിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പേബാക്ക് പ്രോഫിറ്റബിലിറ്റി, പേബാക്ക് റെസിപ്രോക്കൽ, പോസ്റ്റ് പേബാക്ക് പ്രോഫിറ്റബിലിറ്റി, പേബാക്ക് പീരീഡ് ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ അടുത്ത കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. First question, a project costs rupees 5 lakh and yield annually a profit of 80,000 after depreciation at 12% per annum but before tax of 50%. Calculate payback period. അതായത് നമുക്ക് ഒരു പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് തന്നിരിക്കുന്നു, 5 lakhs തന്നിരിക്കുന്നു. അതിൻ്റെ ആനുവൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 80,000 ആണ്. അത് നമുക്ക് എങ്ങനെയാണ് തന്നിരിക്കുന്നത്? ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആണ്. ആഫ്റ്റർ ഡിപ്രീസിയേഷൻ 12%, അതായത് ഡിപ്രീസിയേഷൻ അതിൽ നിന്ന് കുറച്ചിട്ടുണ്ട്. ബട്ട് ബിഫോർ ടാക്സ് 50%. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? 50% ടാക്സ് കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ 3 സ്റ്റെപ്പായിട്ടാണ് ചെയ്യേണ്ടത്. ആദ്യം ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യണം, പിന്നെ ടാക്സ് ലെസ് ചെയ്യണം, പിന്നെ ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യണം. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് അവർ ചെയ്തിട്ടുണ്ട്. അതാണ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ എന്ന് പറയുകയാണെങ്കിൽ അർത്ഥം എന്താണ്? ഒരു ഡിപ്രീസിയേഷൻ ഓൾറെഡി കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ ബിഫോർ ടാക്സ് ആണ്, ടാക്സ് കുറച്ചിട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് മാത്രം കഴിഞ്ഞിരിക്കുന്നു, സെക്കൻഡും തേർഡും നമ്മൾ ചെയ്യണം. എന്നിട്ട് നമ്മളോട് പേബാക്ക് പീരീഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ആൻസർ ചെയ്യാൻ തുടങ്ങാം. ആദ്യം നമ്മൾ എന്തെന്ന് എഴുതാം? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്തായിരിക്കും? അപ്പോൾ പ്രോഫിറ്റ് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്തിട്ടുണ്ട്, ടാക്സ് ലെസ് ചെയ്തിട്ടില്ല. അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആൻഡ് ബിഫോർ ടാക്സ് എന്ന് എഴുതാം. എത്രയാണ്? 80,000. അപ്പോൾ ഇങ്ങനെ വരിക. അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആൻഡ് ബിഫോർ ടാക്സ് 80,000 എന്ന് എഴുതാം. അതിൽ നമ്മൾ എന്ത് കുറയ്ക്കണം? ഇനി ഓൾറെഡി ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുണ്ട്, അടുത്തത് കുറയ്ക്കേണ്ടത് എന്താണ്? ടാക്സ് ആണ്. അപ്പോൾ എഴുതാം ലെസ് ടാക്സ്. എത്രയാണ് ടാക്സിൻ്റെ? 50% ആണ് നമ്മൾ ടാക്സ് കുറയ്ക്കേണ്ടത്. അപ്പോൾ ലെസ് ടാക്സ് എന്ന് എഴുതാം. ഇപ്പോൾ കിട്ടിയ എമൗണ്ടായ 80,000ൻ്റെ 50% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 40,000 ആണ്. അപ്പോൾ 40,000 എന്ന് എഴുതാം. അത് ലെസ് ചെയ്യുക. അപ്പോൾ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സ്. നമ്മൾ ഡിപ്രീസിയേഷനും കുറച്ചു, ടാക്സും കുറച്ചു. അത് എത്ര കിട്ടും നമുക്ക്? ലെസ് ചെയ്യുമ്പോൾ 40,000 കിട്ടും. ഇനി നമ്മൾ മൂന്നാമതായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ലെസ് ചെയ്ത ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യണം. അപ്പോൾ ആഡ് ഡിപ്രീസിയേഷൻ. പക്ഷേ നമ്മൾ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കണം. എങ്ങനെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്? അറ്റ് 12% പെർ ആനം, അതായത് ഒരു വർഷം 12% വെച്ച്. അപ്പോൾ നമ്മൾ എത്രയാണ് അതിൻ്റെ കോസ്റ്റ്? എത്രയാണ്? 5 lakhsൻ്റെ 12% ആണ് നമ്മൾ ഡിപ്രീസിയേഷനായിട്ട് ചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ ആഡ് ഡിപ്രീസിയേഷൻ 5 lakhs ഇൻറ്റു 12%. ദാറ്റ് 5 lakhsൻ്റെ 12% എത്രയാണ്? 60,000. അത് നമ്മൾ ആഡ് ബാക്ക് ചെയ്യാം. ഈ 60,000 നമ്മൾ ഓൾറെഡി നേരത്തെ ലെസ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ടുള്ള എമൗണ്ടാണ് നമുക്ക് 80,000 തന്നിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ ടാക്സ് കുറച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുക. ആഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 60,000 കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 lakh കിട്ടും. അതാണ് എന്ത്? നമുക്ക് പേബാക്ക് പീരീഡ് കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ആഫ്റ്റർ ടാക്സ് എത്ര കിട്ടും? 1 lakh കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രോഫിറ്റ് ഓഫ് 80,000 ആഫ്റ്റർ ഡിപ്രീസിയേഷൻ, അതായത് ഡിപ്രീസിയേഷൻ കുറച്ചു, ബട്ട് ബിഫോർ ടാക്സ് കുറച്ചിട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്, സെക്കൻഡും തേർഡും നമ്മൾ ചെയ്യണം. ആദ്യം ടാക്സ് കുറയ്ക്കുക, പിന്നെ ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്തിട്ട് വേണം പ്രോബ്ലം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി പേബാക്ക് പീരീഡ് കണ്ടുപിടിക്കാം. ഇവിടെ നോക്കുക, നമുക്ക് ഇൻഫ്ലോസ് ഈക്വൽ ആണോ അൺഈക്വൽ ആണോ നോക്കുക. നമുക്ക് എത്ര ഇൻഫ്ലോ തന്നിട്ടുണ്ട്? ആകെ ഒരു ഇൻഫ്ലോയെ തന്നിട്ടുള്ളൂ. അപ്പോൾ അത് ഒരെണ്ണമുള്ളൂ. അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഇൻഫ്ലോസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇൻഫ്ലോസ് ഈക്വൽ ആവണതിൻ്റെ ഈക്വേഷൻ ഉപയോഗിച്ചാൽ മതി. എന്താണ് ഇൻഫ്ലോസ് ഈക്വൽ ആയുള്ള ഇക്വേഷൻ? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. എങ്ങനെയാണ് ഇൻഫ്ലോ ഈക്വൽ ആയെന്ന് മനസ്സിലായില്ലേ? അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ ആകെ ഒരു ഇൻഫ്ലോയെ തന്നിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഇൻഫ്ലോസ് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് നമ്മളിത് ചെയ്തത്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 5 lakhs ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ 1 lakh. ദാറ്റ് ഇസ് ഈക്വൽ ടു 5 years ആണ് നമുക്ക് പേബാക്ക് പീരീഡ് ആയിട്ട് കിട്ടുക. ഓക്കെ, സെക്കൻഡ് പ്രോബ്ലം ഇതേപോലത്തെ ഒരു പ്രോബ്ലം തന്നെയാണ്. നമ്മളോട് പേബാക്ക് പീരീഡ്, പേബാക്ക് പ്രോഫിറ്റബിലിറ്റി, പേബാക്ക് റെസിപ്രോക്കൽ, ഇത് മൂന്നും നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. അത് നമുക്ക് ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ദെൻ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഒരു വ്യത്യാസം വന്നിരിക്കുന്നത്. നേരത്തെ പ്രോബ്ലത്തിൽ എന്തായിരുന്നു? ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സ് ആയിരുന്നു. അതായത് അവർ ഡിപ്രീസിയേഷനും കുറച്ചിട്ടുണ്ടായിരുന്നു, ടാക്സും കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആകെ ഒരു പണി ഉണ്ടായിരുന്നുള്ളൂ, എന്തുമാത്രം? ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്ത് മാത്രമേ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നുള്ളൂ.
പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഇവരൊന്നും ചെയ്തിട്ടില്ല, ഡിപ്രീസിയേഷനും കുറച്ചിട്ടില്ല, ടാക്സും കുറച്ചിട്ടില്ല. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സിന് എന്തായിട്ട് മാറ്റണം? നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ആഫ്റ്റർ ടാക്സ് ആയിട്ട് മാറ്റണം. അപ്പം നമ്മൾ ആ 3 സ്റ്റെപ്പും ചെയ്യണം. എന്താ? ആദ്യം ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യുക, ദെൻ ടാക്സ് ലെസ് ചെയ്യുക, പിന്നെ ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുക. ആ 3 സ്റ്റെപ്പും ചെയ്തിട്ട് വേണം ഈ പ്രോബ്ലം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് തുടങ്ങാം. ഡീറ്റെയിൽസൊക്കെ തെറ്റിക്കാണ്ട്, എമൗണ്ടുകൾ തെറ്റിക്കാണ്ട് കൃത്യമായിട്ട് എടുത്തെഴുതാം കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ ഒരൊറ്റ ടേബിളിൽ തന്നെ ആക്കിയാൽ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. അപ്പം നമുക്ക് ഓരോ കൊല്ലത്തെയും സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് പിന്നെ നമുക്ക് വേറെ ടേബിൾ വരച്ച് ക്യൂമുലേറ്റീവ് ഇൻഫ്ലോ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതുപോലെ ടേബിൾ വറുക്കുക. എത്ര കൊല്ലാനുള്ളത്? 5 കൊല്ലമുള്ളത്. അപ്പോൾ 5 കൊല്ലത്തെ ഇൻഫ്ലോസ് എഴുതാനുള്ള കോളം വേണം, പ്ലസ് പെർട്ടിക്കുലർ എഴുതാനായിട്ട് ഒരു കോളം വേണം. അപ്പോൾ മൊത്തം നമ്മൾ 6 കോളംസ് പ്രൊവൈഡ് ചെയ്യുക. ഫസ്റ്റ് കോളം പെർട്ടിക്കുലേഴ്സ്, ദെൻ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, അങ്ങനെ ഓരോ ഇയർക്കും ഓരോ കൊല്ലം കൊടുക്കുക. ആദ്യം നമ്മൾ എന്താ തന്നിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സ് അത് എഴുതുക. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ടാക്സ് ഓരോ കൊല്ലത്തിൻ്റെ എമൗണ്ടിൽ എടുത്ത് എഴുതുക. 10,000, 10,000, 4,000, 6,000, 8,000 അങ്ങനെ ഓരോന്ന് എടുത്ത് എഴുതി. ഇനി എന്താണ്? അതിൽ നിന്ന് ആദ്യം എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യണം. ലെസ് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യാം. എത്രയാണ് ഇങ്ങനെ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യേണ്ടത്? ഡിപ്രീസിയേഷൻ എമൗണ്ട് പറഞ്ഞിട്ടില്ല, പക്ഷേ എന്തുണ്ട്, നമുക്കറിയാം പ്രത്യേകിച്ച് മെത്തേഡുകളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിക്കുക? സ്ട്രേറ്റ് ലൈൻ മെത്തേഡാണ് ഉപയോഗിക്കുക. അപ്പോൾ സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ നമ്മൾ എന്താണ് 30,000 ഡിവൈഡഡ് ബൈ 5 ചെയ്യുക. അപ്പോൾ നമുക്ക് 30,000 എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് 30,000. ദെൻ ലൈഫ് 5 ഇയേഴ്സിലത്തെ ഡീറ്റെയിൽസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഡിവൈഡഡ് ബൈ 5 കൊടുക്കുക. 30,000 ഡിവൈഡഡ് ബൈ 5 നമുക്ക് എത്ര കിട്ടി? 6,000 കിട്ടി. എല്ലാ കോളത്തിലും നമ്മൾ 6,000 എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ലെസ് ചെയ്ത് നമുക്ക് എമൗണ്ട് എടുത്ത് എഴുതണം. ഡിപ്രീസിയേഷൻ ലെസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആൻഡ് ബിഫോർ ടാക്സ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് എൻ്റെ പേഴ്സൻറ്റേജ് ഞാൻ നേരത്തെ ക്വസ്റ്റ്യനിൽ പറയാൻ മറന്നു. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ടാക്സിൻ്റെ പെർസെൻറ്റേജ് 50 ആണ്. അപ്പോൾ ലെസ് ടാക്സ് എഴുതാം, 50% എഴുതാം. അപ്പോൾ നമ്മൾ എന്താണ് ഓരോ എമൗണ്ട് ഇപ്പോൾ കിട്ടിയ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഓരോ എമൗണ്ടിൻ്റെയും 50% കണ്ടുപിടിക്കണം. അതായത് ഫസ്റ്റ് ഇയറിലത്തെ എമൗണ്ട് എത്രയപ്പോൾ എടുക്കേണ്ടത്? 4,000 ആണ്. അതിൻ്റെ 50% ടാക്സ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ എത്രയാണ് ടാക്സ് വരിക? 4,000ൻ്റെ 50% 2,000. നെക്സ്റ്റ് ഇയറും 4,000 തന്നെയാണ്. അതിൻ്റെ 50% എന്ന് പറയുന്നത് എത്രയാണ് കിട്ടുക? 2,000 ആണ് കിട്ടുക. തേർഡ് ഇയർ നോക്കുക. നമ്മൾ നേരത്തെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 4,000ൽ നിന്ന് 6,000 ആണ് നമ്മൾ ലെസ് ചെയ്തത്. അപ്പോൾ എത്ര വരിക? നമുക്ക് -2,000 ആണ് വരിക. കാരണം വലുതിൽ നിന്ന് ചെറുതാണ് കുറച്ചിരിക്കുന്നത്. 4,000ൽ നിന്ന് 6,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -2,000 കിട്ടും. അതിൻ്റെ അർത്ഥം എന്താണ്? ആ വർഷം നമുക്ക് പ്രോഫിറ്റ് ഇല്ല. മൈനസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എന്ന് വെച്ചാൽ ലോസാണ്. അപ്പോൾ ലോസ് ഉള്ള കൊല്ലം നമ്മൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. എന്തിനാണ് നമ്മൾ ടാക്സ് കൊടുക്കണ്ടോ? പ്രോഫിറ്റിന് മാത്രമേ നിങ്ങൾ ടാക്സ് കൊടുക്കണ്ടോ. പക്ഷേ മൂന്നാമത്തെ കൊല്ലം നമുക്ക് ലോസാണ്, അതുകൊണ്ട് അതിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ നമുക്ക് തേർഡ് ഇയർ ടാക്സ് ലയബിലിറ്റി വരുന്നില്ല. ഫോർത്ത് ഇയർ നമുക്ക് എന്താണ്ടായേക്കണേ? നമ്മൾ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്ത് അപ്പോൾ 6,000ൽ നിന്ന് 6,000 ആണ് ലെസ് ചെയ്തത്. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? 0 ആണ് കിട്ടിയത്. അതായത് ലാഭവും ഇല്ല നഷ്ടവും ഇല്ല. അപ്പോൾ നമ്മൾ ആ കൊല്ലം നമ്മൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെയും 0 എഴുതാം. ഇനി നമുക്ക് നെക്സ്റ്റ് ഇയർ എന്താണ്? ലാഭമുണ്ട്. 8,000ൽ നിന്ന് 6,000 ലെസ് ചെയ്തപ്പോൾ 2,000 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലാഭമുണ്ട്. അപ്പോൾ നമുക്ക് അതിന് ടാക്സ് കൊടുക്കണം. എത്ര ടാക്സ്? 50% എന്ന് പറയുമ്പോൾ 2,000ൻ്റെ 50% 1,000 ആണ്. അപ്പോൾ അത് നമ്മൾ എഴുതുക. എത്രയാണ് നമുക്ക് വരിക? 1,000 റുപ്പീസിന് ടാക്സ് വരും. ഇനി അതൊക്കെ ലെസ് ചെയ്തിട്ട് ഓരോ കൊല്ലത്തിൻ്റെയും എടുത്ത് എഴുതുക. 2,000, 2,000. -2,000ൽ നിന്ന് 0 ലെസ് ചെയ്ത് നമുക്ക് എത്ര കിട്ടുക? -2,000 തന്നെ കിട്ടും. അപ്പോൾ -2,000 എഴുതാം. നെക്സ്റ്റിൽ 0 തന്നെ. ദെൻ 2,000ൽ നിന്ന് 1,000 കുറച്ചപ്പോൾ നമുക്ക് 1,000 കിട്ടി. അപ്പോൾ നമുക്ക് എല്ലാത്തിനും നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷനും ടാക്സും കിട്ടി.
ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത് ലെസ് ഡിപ്രീസിയേഷൻ നമുക്ക് ആഡ് ബാക്ക് ചെയ്യണം. ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ കുറച്ചിട്ടുള്ള ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുക. ഓരോ എമൗണ്ടുകളും എല്ലാ കൊല്ലം 6000 എഴുതുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തൊക്കെ ആഡ് ബാക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ആദ്യത്തെ കൊല്ലം 8000 കിട്ടും, നെക്സ്റ്റ് ഇയർ 8000 കിട്ടും, നെക്സ്റ്റ് ഇയർ -2000 അതുപോലെ 6000 -2000 6000 ആഡ് ചെയ്യുമ്പോൾ എന്താണ്? 4000 ആണ് കിട്ടുക. നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. -2000 + 6000 എന്ന് ചെയ്യുക. അപ്പോൾ നമുക്ക് 4000 കിട്ടും. കാരണം ഒരെണ്ണം മൈനസും ഒരെണ്ണം പ്ലസ്സുമാണ്. അപ്പോൾ തെറ്റിക്കേണ്ട. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ തെറ്റിക്കാണ്ട് -2000 + 6000 എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് ആൻസർ 4000 കിട്ടും. അപ്പോൾ അതാണ് തേർഡ് ഇയറിലത്തെ ഇൻഫ്ലോ ആയിട്ട് വരിക. ഫോർത്ത് ഇയറിലത്തെ 6000 + 0, 6000 കൂടി 0 ആഡ് ചെയ്താൽ നമുക്ക് എത്ര തന്നെ കിട്ടുക? 6000 തന്നെ കിട്ടുക. അപ്പോൾ ഫോർത്ത് ഇയറിലത്തെ എമൗണ്ട് 6000, നെക്സ്റ്റ് ഇയറിലത്തെ 7000 കിട്ടി. അപ്പോൾ ഇപ്പോൾ കണ്ടുപിടിച്ച എമൗണ്ടുകളാണ് നമ്മുടെ ആക്ച്വൽ നമ്മൾ പേബാക്ക് പീരീഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള ഇൻഫ്ലോ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 8000, 8000, 4000, 6000, 7000. ഓക്കെ. അപ്പോൾ ഇതിലൊരു കൺഫ്യൂഷൻ വരിക മൈനസ് ഫിഗർ വന്നതുകൊണ്ടാണ്. മൈനസ് ഫിഗർ വന്നാൽ നമ്മൾ എന്ത് കൊടുക്കണ്ട? ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് 0 എഴുതിയാൽ മതി. ഓക്കെ, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് പേബാക്ക് പീരീഡ് കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള എന്ത് കിട്ടി? ഇൻഫ്ലോസ് കിട്ടി. ഇനി നമുക്ക് ഇൻഫ്ലോസ് അൺഈക്വൽ ആണല്ലോ, അപ്പോൾ നമുക്ക് ക്യുമുലേറ്റീവ് ഇൻഫ്ലോ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോളം വരയ്ക്കുക. നമ്മൾ സാധാരണ വരയ്ക്കണമെന്ന് തന്നെ 3 കോളംസാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇയറും അതുപോലെ നമ്മളിപ്പോൾ പുതുതായിട്ട് കണ്ടുപിടിച്ച ഇൻഫ്ലോ, ദെൻ ക്യുമുലേറ്റീവ് ഇൻഫ്ലോ. അവിടെ നേരെ എഴുതാം നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ആഫ്റ്റർ ടാക്സിന് എഴുതാം. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലത്തെ ഇൻഫ്ലോ നമ്മളിനി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ പുതുതായിട്ട് കണ്ടുപിടിച്ച ഇൻഫ്ലോ മാത്രം എടുത്താൽ മതി. അത് തെറ്റിക്കാണ്ട് എടുത്ത് എഴുതാം. 8000, 8000, 4000, 6000, 7000 എന്നത് എഴുതി. ഞാൻ അടുത്ത് എന്ത് ചെയ്യണം? ക്യുമുലേറ്റീവ് ഇൻഫ്ലോ കണ്ടുപിടിക്കണം. ഓരോന്ന് ആഡ് ചെയ്ത് പോവുക. ആദ്യത്തത് 8000 + 8000 16,000 + 4000 20,000 + 6000 26,000 + 7000 33,000 കിട്ടി. അപ്പോൾ നമ്മൾ ക്യുമുലേറ്റീവ് ഇൻഫ്ലോസ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. ഇക്വേഷൻ എഴുതാം. ഇൻഫ്ലോസ് അൺഈക്വൽ ആണെൻ്റെ ഇക്വേഷൻ എഴുതാം. പേബാക്ക് പീരീഡ് ഈസ് ഈക്വൽ ടു E + B/C. നമുക്ക് ഇനി ഓരോ ടേംസ് കണ്ടുപിടിക്കാം. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? E കണ്ടുപിടിക്കണം. അതിനാദ്യം എന്താ ആവശ്യം? ഇയർ ഓഫ് ഫൈനൽ റിക്കവറി കണ്ടുപിടിക്കണം. നമ്മുടെ ഇയർ ഓഫ് ഫൈനൽ റിക്കവറിക്ക് നമ്മുടെ കോസ്റ്റ് എത്രയാണ് വന്നിരിക്കുന്നത്? 30,000 ആണ് വന്നിരിക്കുന്നത്. ഏത് കൊല്ലാണ് നമുക്ക് 30,000 കിട്ടുന്നത്? 5th ഇയർ ആണ് 30,000 കിട്ടുന്നത്. അതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷം എന്ന് പറയുമ്പോൾ 4 ആണ്. അപ്പോൾ E = 4 കിട്ടി. ദെൻ B എന്താണ്? ഇനി എത്ര എമൗണ്ടുകൾ കിട്ടാനുണ്ട്? 4th ഇയർ കഴിഞ്ഞപ്പോൾ നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളൂ? 26,000 കിട്ടിയിട്ടുള്ളൂ. ഇനി എത്ര കൂടിയും കിട്ടാനുണ്ട്? 4,000 കൂടിയും കിട്ടാനുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ B എന്ന് പറഞ്ഞാൽ 4,000. ഇനി C എന്ന് പറഞ്ഞാലോ, അത് ഏത് ഇൻഫ്ലോയിൽ നിന്നാണ് കിട്ടുന്നത്? അതായത് നമ്മുടെ ഇയർ ഓഫ് ഫൈനൽ റിക്കവറിയുടെ ആക്ച്വൽ ഇൻഫ്ലോ, ദാറ്റ് ഈസ് 7,000 ആണ്. അപ്പോൾ നമുക്ക് E, B, C കിട്ടി. ഇനി നമുക്കത് ഓരോ ഇക്വേഷനിൽ കൊടുക്കാം. E 4 കിട്ടി, B 4,000 കിട്ടി, C 7,000 കിട്ടി. അത് ഇക്വേഷനിൽ കൊടുക്കുക. 4 + 4,000 / 7,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 4.57 ഇയേഴ്സ് കിട്ടി. ഇനി അടുത്തത് നമ്മൾ പേബാക്ക് പീരീഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അടുത്ത് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? കോസ്റ്റ് പേബാക്ക് പ്രോഫിറ്റബിലിറ്റി കണ്ടുപിടിക്കണം. അതിനുള്ള ഇക്വേഷൻ എഴുതുക. ടോട്ടൽ ഇൻഫ്ലോ, ക്യാഷ് ഇൻഫ്ലോ മൈനസ് ഇനീഷ്യൽ കോസ്റ്റ്. എത്രയാണ് ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ? ഞാൻ നേരത്തെ പറഞ്ഞോണം തന്നെ ക്യുമുലേറ്റീവ് ഇൻഫ്ലോയുടെ ടോട്ടൽ കോളം ഏറ്റവും ലാസ്റ്റത്തെ കോളം എഴുതിയാൽ മതി. എത്ര എമൗണ്ട്? 33,000 ആണ്. ആ എമൗണ്ടാണ് 33,000 മൈനസ് നമ്മുടെ ഇനീഷ്യൽ കോസ്റ്റ് എത്രയാണ്? 30,000 ആണ്. അപ്പോൾ ഈ 33,000-ൽ നിന്ന് 30,000 ലെസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 3,000 കിട്ടും. അതാണ് നമ്മുടെ പോസ്റ്റ് പേബാക്ക് പ്രോഫിറ്റബിലിറ്റി. ഞാൻ അടുത്ത് എന്താ കണ്ടുപിടിക്കേണ്ടത്? പേബാക്ക് റെസിപ്രോക്കൽ കണ്ടുപിടിക്കണം. അതിൻ്റെ ഇക്വേഷൻ എഴുതാം. ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ / ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് × 100. ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എഴുതുക. ടോട്ടൽ ഇൻഫ്ലോ / ലൈഫ്. ടോട്ടൽ ഇൻഫ്ലോ എത്രയാണ്? നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. ടോട്ടൽ ഇൻഫ്ലോ 33,000 / 5 ആണ്.
അത്രയും അപ്പോൾ 6600 കിട്ടും. ഇനി പേ ബാക്ക് റെസിപ്രോക്കലിൻ്റെ ഇക്വേഷനിൽ കൊടുക്കുക 6600 ഡിവൈഡഡ് ബൈ 30,000. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 30,000 ആണ് ഇൻറ്റു 100. അപ്പോൾ നമുക്ക് 22% കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ പേ ബാക്ക് റെസിപ്രോക്കൽ. അപ്പോൾ നമ്മൾ മൂന്നും കണ്ടുപിടിച്ചു. പേ ബാക്ക് പീരീഡ് കണ്ടുപിടിച്ചു, പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി കണ്ടുപിടിച്ചു, പേ ബാക്ക് റെസിപ്രോക്കലും കണ്ടുപിടിച്ചു. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത പ്രൊജക്റ്റിൻ്റെയും ചെയ്യണം. ഇനി പ്രൊജക്റ്റ് വൈയുടെ ഡീറ്റെയിൽസ് ചെയ്ത് നമ്മൾ പ്രൊജക്റ്റ് എക്സ് ചെയ്ത പോലെ തന്നെ ആദ്യം ക്വസ്റ്റ്യനിലുള്ള നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ്റെ ടാക്സ് എഴുതുക. എമൗണ്ടുകൾ തെറ്റിക്കാണ്ട് എഴുതുക. 8,000, 10,000, 12,000, 6,000, 7,000 എഴുതുക. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ലെസ് ഡിപ്രീസിയേഷൻ ചെയ്യണം. ഡിപ്രീസിയേഷൻ പ്രൊജക്റ്റ് വൈഡിയും സെയിം എമൗണ്ട് ആയതുകൊണ്ട് ഞാൻ വീണ്ടും ഡിപ്രീസിയേഷൻ സെയിം തന്നെയാണ് വരിക. 30,000 ഡിവൈഡഡ് ബൈ 5 തന്നെ 6,000 തന്നെ. അപ്പോൾ എല്ലാ കോളത്തിലും നമ്മൾ എന്തെന്ന് എഴുതുക, 6,000 എടുത്ത് എഴുതുക. ഇനി അത് ലെസ് ചെയ്ത എമൗണ്ട് എഴുതുക. നേരത്തെ പോലെ നെഗറ്റീവ് ഫിഗേഴ്സ് ഒന്നും വരുന്നില്ല, പക്ഷെ ഒരു കൊല്ലം 0 വരുന്നുണ്ട്. അതായത് രണ്ടും സെയിം ആയതുകൊണ്ട് 0 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ എന്ത് കിട്ടും, നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആൻഡ് ബിഫോർ ടാക്സ് കിട്ടും. ഇനി എന്ത് ചെയ്യുക, ടാക്സ് ലെസ് ചെയ്യണം. 50% നമ്മൾ നേരത്തെ ചെയ്തോണം. എല്ലാത്തിൻ്റെയും 50% കണ്ടുപിടിക്കുക. 1,000, 2,000, 3,000. പിന്നെ 4th ഇയറിൽ പിന്നെ പ്രോഫിറ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ടാക്സ് കൊടുക്കണ്ട. അപ്പോൾ നമുക്ക് 0 എന്ന് എഴുതാം. ദെൻ 500 കിട്ടി. അത് ലെസ് ചെയ്ത എമൗണ്ട് എടുത്ത് എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സ് കിട്ടും. 1,000, 2,000, 3,000, 0, 500 കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യണം. ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യാനായിട്ട് എന്തെന്ന് എഴുതണം, ആഡ് ഡിപ്രീസിയേഷൻ എന്ന് എഴുതിയിട്ട് നമ്മൾ എല്ലാ കോളത്തിലും 6,000 എഴുതുക. എന്നിട്ട് എല്ലാതും ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ആഫ്റ്റർ ടാക്സ് കിട്ടി. അപ്പോൾ എന്താണ് നമുക്ക് എത്ര എമൗണ്ടുകൾ കിട്ടുക, 7,000, 8,000, 9,000, 6,000, 6,500. അപ്പോൾ ഇതാണ് നമ്മളിനി പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യേണ്ട ഇൻഫ്ലോസ്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇൻഫ്ലോസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലം നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഇൻഫ്ലോസ് കിട്ടി. ഇനി നമ്മൾ ടേബിൾ വരയ്ക്കുക. ക്യുമുലേറ്റീവ് ഇൻഫ്ലോ കാണാനുള്ള ടേബിൾ വരയ്ക്കുക. ഫസ്റ്റ് കോളം ഇയർ, ദെൻ ഇൻഫ്ലോ, ദെൻ ക്യുമുലേറ്റീവ് ഇൻഫ്ലോ. ഇയറിൽ 1 to 5 എഴുതുക. ദെൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ടേബിൾ പ്രകാരം കണ്ടുപിടിച്ച നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ആഫ്റ്റർ ടാക്സിന് ഒരു കോളം, ദെൻ ക്യുമുലേറ്റീവ് ഇൻഫ്ലോ കോളം. നേരത്തെ കണ്ടുപിടിച്ച ഫിഗേഴ്സ് തെറ്റിക്കാതെ എഴുതുക. 7,000, 8,000, 9,000, 6,000, 6,500. പിന്നെ ക്യുമുലേറ്റീവ് ഇൻഫ്ലോസ് കണ്ടുപിടിക്കുക. ആഡ് ചെയ്ത് എഴുതുക. ആദ്യത്തെ കോളം 7,000 തന്നെ, പ്ലസ് 8,000 15,000, പ്ലസ് 9,000 24,000, പ്ലസ് 6,000 30,000, പ്ലസ് 6,500 36,500. ഇനി നമുക്ക് ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ എഴുതുക. പേ ബാക്ക് പീരീഡ് ഇസ് ഈക്വൽ ടു അൺഈക്വൽ ആയതുകൊണ്ട് പേ ബാക്ക് പീരീഡ് ഇസ് ഈക്വൽ ടു ഇ പ്ലസ് ബി ബൈ സി. ഇനി നമുക്ക് ഓരോ ടേംസും കണ്ടുപിടിക്കാം. ഇ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, ഇയർ ഓഫ് ഫൈനൽ റിക്കവറി കണ്ടുപിടിക്കണം. അത് നമ്മൾ കണ്ടുപിടിക്കുക. നമ്മുടെ എമൗണ്ട് എത്രയാണ്, എമൗണ്ടിനേക്കാൾ തൊട്ട് മുകളിലുള്ളത്. എമൗണ്ട് എന്ന് പറയുന്നത് 30,000 ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ആ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്നത് ഏത് വർഷമാണ്, നമുക്ക് 4th ഇയർ ആണ് നമുക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്നത്. അതിൻ്റെ തൊട്ട് മുകളിലത്തെ കൊല്ലം എന്ന് പറയുമ്പോൾ നമുക്ക് 3 ആണ് കിട്ടുക. അപ്പോൾ നമ്മുടെ 3 ആണ് നമ്മുടെ ഇ ആയിട്ട് വരിക. ദെൻ ബി എന്താണ്, 3യുടെ ക്യുമുലേറ്റീവ് ഇൻഫ്ലോ നോക്കുക 24,000. ഇനി നമുക്ക് ഫുൾ കാശ് കിട്ടാനായിട്ട് എത്രയും കൂടി കിട്ടണം, 6,000 കൂടി കിട്ടിയാലാണ് നമുക്ക് ഫുള്ള് കാശ് തിരിച്ച് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എത്രയാണ് ഡിഫറൻസ്, 6,000 ആണ് നമ്മുടെ ബി ആയിട്ട് എഴുതേണ്ടത്. 30,000 മൈനസ് 24,000 6,000 ആണ് നമുക്ക് ബി ആയിട്ട് കിട്ടുക. ദെൻ സി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇയർ ഓഫ് ഫൈനൽ റിക്കവറിയുടെ ആക്ച്വൽ ഇൻഫ്ലോ ആയിട്ട് വരുന്നത്. അതായത് നമ്മുടെ 4th ഇയറിലത്തെ ആക്ച്വൽ ഇൻഫ്ലോ 6,000 ആണ്. അപ്പോൾ അതാണ് നമ്മുടെ സി ആയിട്ട് വരിക. ഇനി നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കുക. ഈ 3 കിട്ടിയിട്ടുണ്ട്. 3 പ്ലസ് ഈ ബി എന്ന് പറഞ്ഞാൽ 6,000 ആണ്. 6,000 ഡിവൈഡഡ് ബൈ സി എന്ന് പറഞ്ഞാലും 6,000 ആണ്. അപ്പോൾ 6,000 ഡിവൈഡഡ് ബൈ 6,000 1 കിട്ടും. ആ 1 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 4 കിട്ടും. അപ്പോൾ നമ്മുടെ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത് 4 ആണ്. ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യുമുലേറ്റീവ് ഇൻഫ്ലോയിൽ നമ്മുടെ ആക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് കറക്റ്റായിട്ട് വരാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഇയർ തന്നെയാണ് നമ്മുടെ പേ ബാക്ക് പീരീഡായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. ഇവിടെ നോക്കി നോക്കിയാൽ ക്യുമുലേറ്റീവ് ഇൻഫ്ലോയിൽ നമുക്ക് 30,000 എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് ഇയർ എത്രയാണ്, 4. അത് തന്നെയാണ് നമുക്ക് പേ ബാക്ക് പീരീഡായിട്ട് വന്നിരിക്കുന്നത്, 4 ഇയേഴ്സ് തന്നെ. അപ്പം ചെക്ക് ചെയ്യാൻ വേണ്ടി അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല.
ദെൻ അടുത്ത് നമ്മൾ പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി കണ്ടുപിടിക്കണം. ഇക്വേഷൻ എഴുതുക. ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ മൈനസ് ഇനീഷ്യൽ കോസ്റ്റ്. ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ എവിടെ നിന്ന് കിട്ടും? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ക്യുമുലേറ്റീവ് ഇൻഫ്ലോയിലത്തെ ലാസ്റ്റ് എമൗണ്ട് എത്ര? 36,500 മൈനസ് 30,000. അപ്പം നമുക്ക് എത്ര കിട്ടി? 6,500 ആണ് പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി ആയിട്ട് കിട്ടുക. ദെൻ പേ ബാക്ക് റെസിപ്രോക്കൽ കണ്ടുപിടിക്കണം. ഇക്വേഷൻ എഴുതുക. ആവറേജ് ആനുവൽ ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 100. ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എഴുതുക. എന്താണ്? ടോട്ടൽ ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ ലൈഫാണ് നമ്മൾ അതിൻ്റെ ഇക്വേഷനായിട്ട് വരിക. ടോട്ടൽ ഇൻഫ്ലോ നമ്മൾ നേരത്തെ ഉപയോഗിച്ചു. 36,500 ഡിവൈഡഡ് ബൈ 5 എത്ര വരിക? നമുക്ക് 7,300 വരും. ഡിവൈഡഡ് ബൈ, അപ്പോൾ നമുക്കത് പേ ബാക്ക് റെസിപ്രോക്കലിൻ്റെ ഇക്വേഷനിൽ കൊടുക്കാം. 7,300 ഡിവൈഡഡ് ബൈ 30,000 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 24.33% കിട്ടി. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് വൈഡിയും രണ്ടും നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ ഡിസിഷൻ നമുക്ക് നോക്കി നോക്കാം. നമുക്ക് രണ്ട് പ്രൊജക്റ്റുകൾക്കും ഡിഫറെൻറ്റ് എമൗണ്ടുകളാണ് കിട്ടിയിരിക്കുന്നത്. മൂന്നും നോക്കുമ്പോഴും ഏതിനാണ് കൂടുതൽ? രണ്ടാമത്തെ പ്രൊജക്റ്റായ പ്രൊജക്റ്റ് വൈക്കാണ് കൂടുതൽ വന്നിരിക്കുന്നത്. പ്രൊജക്റ്റ് എയുടെ പേ ബാക്ക് പീരീഡ് 4.57 ആണ്. പക്ഷെ ബിയുടെ 4 years ഉള്ളു. അപ്പോൾ അത് ഏതാ സെലക്ട് ചെയ്യുക? അത് പ്രകാരം നമ്മൾ വൈ തന്നെയാണ് സെലക്ട് ചെയ്യുക. കുറവുള്ളത് വൈ ആണ്. ദെൻ ഇപ്പോൾ പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റിയിൽ എങ്ങനെയാണ്? ഏതിനാണോ കൂടുതൽ പ്രോഫിറ്റബിലിറ്റി അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എക്സിൻ്റെ വന്നേക്കേണ്ട 3,000, വൈക്ക് എത്ര വന്നിട്ടുണ്ട്? 6,500 വന്നിട്ടുണ്ട്. അപ്പോൾ ആ പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി പ്രകാരവും നമ്മൾ എന്താണ് ചെയ്യുക? പ്രൊജക്റ്റ് വൈ തന്നെ സെലക്ട് ചെയ്യാം. ദെൻ പേ ബാക്ക് റെസിപ്രോക്കൽ നോക്കുക. എക്സിൻ്റെ 22% ആണ്, വൈയുടെ 24.33% ആണ്. പേ ബാക്ക് റെസിപ്രോക്കൽ നമ്മൾ എന്ത് പ്രകാരം ചെയ്യുക? ഏതിനാണോ കൂടുതൽ ഹയസ്റ്റ് വന്നിരിക്കുന്നത് അതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോഴും നമ്മൾ വൈ തന്നെയാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ 3 ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മൾ ഇവാലുവേഷൻ നടത്തിയാലും ബെസ്റ്റ് പ്രൊജക്റ്റ് ഏത് തന്നെയാണ്? വൈ തന്നെയാണ്. പേ ബാക്ക് പീരീഡിനെ കുറവെടുക്കുക, പേ ബാക്ക് പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റീനെ കൂടുതലെടുക്കുക, പേ ബാക്ക് റെസിപ്രോക്കലിനും കൂടുതലെടുക്കുക. അപ്പോൾ 3 നോക്കുമ്പോഴും വൈക്കാണ് കൂടുതൽ. അപ്പോൾ കമൻറ്റ് എഴുതുക. സിൻസ് പേ ബാക്ക് പീരീഡ്, പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി ആൻഡ് പേ ബാക്ക് റെസിപ്രോക്കൽ ഓഫ് പ്രൊജക്റ്റ് Y is favorable, it is advisable to select project Y. ഈ ഷോർട്ട് എന്ന് പറയാനായിട്ട് പറ്റില്ല. കഴിഞ്ഞ നമ്മളിൽ ഈ ഷോർട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതാനായിട്ട് പറ്റില്ല. ഇത് മൂന്നും വൈക്കാണ് ഫേവറബിൾ. അതുകൊണ്ട് നമ്മൾ വൈയെ സെലക്ട് ചെയ്തു. ഫേവറബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് പേ ബാക്ക് പീരീഡ് വൈക്ക് കുറവും ബാക്കി രണ്ടും കൂടുതലും. അല്ലാണ്ട് ഷോർട്ട് എന്ന് എഴുതാൻ പറ്റില്ല. കാരണം പേ ബാക്ക് പീരീഡ് മാത്രം കുറവുണ്ടാവുന്നുണ്ടോ? പ്രോഫിറ്റബിലിറ്റിയും റെസിപ്രോക്കലും കൂടുതലായാലാണ് ദ ബെസ്റ്റ് വൺ. അപ്പോൾ ഇങ്ങനെ തന്നെ എഴുതാം. ഈ മൂന്നും പേ ബാക്ക് പീരീഡ്, പേ ബാക്ക് പ്രോഫിറ്റ്, പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി ആൻഡ് പേ ബാക്ക് റെസിപ്രോക്കൽ ഈസ് ഓഫ് പ്രൊജക്റ്റ് വൈ ഈസ് ഫേവറബിൾ. ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു സെലക്ട് പ്രൊജക്റ്റ് വൈ. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. A limited is producing articles mostly by manual labor and is considering to replace it by a new machine. There are two alternative models X and Y. കാൽക്കുലേറ്റ് പേ ബാക്ക് പീരീഡ്. ഒരു കമ്പനി ഇത്രയും നാളും മാനുവലായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. ഇനി അതവർ മെക്കനൈസ് ചെയ്യാൻ പോവാണ്. പുതിയൊരു മെഷീനറി മേടിച്ചിട്ട് അവരത് മെക്കനൈസ് ചെയ്യാൻ പോവാണ്. അവരുടെ മുമ്പിൽ 2 ആൾട്ടർനേറ്റീവാണുള്ളത്, മെഷീൻ എക്സും മെഷീൻ വൈയും. എന്നിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് പേ ബാക്ക് പീരീഡ് കണ്ടുപിടിച്ചിട്ട് ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയ്ക്ക് ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയില്ല നമ്മൾ പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചത്. അങ്ങനെ പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ ഇതിൻ്റെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനായിട്ട്. അതായത് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് എന്ത് തന്നിട്ടില്ല? ഇൻഫ്ലോസ് തന്നിട്ടില്ല. നമ്മൾ ആദ്യം അപ്പോൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഇൻഫ്ലോസ് കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? പേ ബാക്ക് പീരീഡ് കണ്ടുപിടിച്ചാൽ മതി. അതിന് നമുക്ക് എസ്റ്റിമേറ്റഡ് ലൈഫ് തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് മെഷീൻ തന്നിട്ടുണ്ട്, then estimated savings in scrap, estimated savings in direct wages, then additional cost of maintenance, then additional cost of supervision. ഇത്രയൊക്കെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കണം? പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കണം. ഇതുപോലത്തെ ഒരു പ്രോബ്ലം നമ്മൾ മുമ്പ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് റിവൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കണം. ഇതിൽ തന്നിട്ടുള്ള കോസ്റ്റ് ഓഫ് മെഷീൻ മാത്രം നമുക്ക് ആവശ്യമുള്ള, എസ്റ്റിമേറ്റഡ് ലൈഫ് ഓഫ് മെഷീൻ നമുക്ക് പ്രോബ്ലത്തിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഇറലവൻറ്റ് ഇൻഫർമേഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? ഒരു പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റാണ് പ്രിപ്പയർ ചെയ്യാറ്. ഓർമ്മയിലേക്കൊന്ന് മറച്ച് നോക്കാം. 3 കോളംസാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. പെർട്ടിക്കുലേഴ്സും മെഷീനറി എക്സും മെഷീനറി വൈയും.
അതിലെ പെർട്ടിക്കുലേഴ്സിൽ എന്താ എഴുതേണ്ടത്? സേവിങ്സ് ഇൻ സ്ക്രാപ്പ് എഴുതണം. ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് എഴുതിയിട്ട് നമ്മൾ എല്ലാ സേവിങ്സും എഴുതണം. അപ്പോൾ എസ്റ്റിമേറ്റഡ് സേവിങ്സ് ഇൻ സ്ക്രാപ്പ് എഴുതാം. രണ്ട് മെഷറിയും എഴുതാം, 500ഉം 800ഉം. എസ്റ്റിമേറ്റഡ് സേവിങ്സ് ഇൻ ഡയറക്റ്റ് വേജസ് 6000ഉം 8000ഉം. അത് രണ്ടും കൂടി ആഡ് ചെയ്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ടോട്ടൽ സേവിങ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് 6500 കിട്ടും, അപ്പുറത്ത് 8800ഉം കിട്ടും. then അടുത്ത എന്താ നമ്മൾ കണ്ടുപിടിക്കുന്നത്? സേവിങ്സ് കണ്ടുപിടിച്ചു. ബി ആയിട്ട് അഡീഷണൽ കോസ്റ്റുകൾ കണ്ടുപിടിക്കുക. രണ്ട് അഡീഷണൽ കോസ്റ്റുകളാണ് തന്നിരിക്കുന്നത്. അഡീഷണൽ കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസും അഡീഷണൽ കോസ്റ്റ് ഓഫ് സൂപ്പർവിഷനും. 800ഉം 1200ഉം ഉണ്ട്, അപ്പുറത്ത് 1000ഉം 1800ഉം ഉണ്ട്. അതും രണ്ടും ആഡ് ചെയ്യുക. അപ്പോൾ പ്രൊജക്റ്റ് എക്സിന് ടോട്ടൽ അഡീഷണൽ കോസ്റ്റ് ആയിട്ട് 2000ഉം വരും, വൈക്ക് 2800ഉം വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നെറ്റ് ക്യാഷ് ഇൻഫ്ലോസ് കണ്ടുപിടിക്കണം. അതായത് ആ സേവിങ്സിൽ നിന്ന് അഡീഷണൽ കോസ്റ്റ് ലെസ് ചെയ്യുക, ദാറ്റ് ഈസ് എ മൈനസ് ബി ചെയ്യുക. പ്രൊജക്റ്റ് എക്സിൻ്റെ എ എന്ന് പറയുന്നത് 6500 ആണ്. അതിൽ നിന്ന് 2000 ലെസ് ചെയ്ത് ബാക്കി എത്ര കിട്ടും? 4500 ആണ് പ്രൊജക്റ്റ് എക്സിൻ്റെ കിട്ടുക. പ്രൊജക്റ്റ് വൈയുടെ ടോട്ടൽ സേവിങ്സ് ആയ 8800ൽ നിന്ന് 2800 ലെസ് ചെയ്താൽ ബാക്കി നമുക്ക് എത്ര കിട്ടും? 6000 കിട്ടും. അതാണ് പ്രൊജക്റ്റ് മെഷീനറി വൈയുടെ ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് നേരിട്ട് തരാത്തത് കൊണ്ടാണ് നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിച്ചത്? പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ഇൻഫ്ലോസ് കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാം. ഞാൻ ആ ടേബിളിൻ്റെ കണ്ടിന്യൂഷനായിട്ട് എഴുതിയെന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ അപ്പോൾ ഒരൊറ്റടിക്ക് ചെയ്ത് തീർക്കാം, അല്ലെങ്കിൽ ടേബിൾ അവസാനിപ്പിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാം. പേ ബാക്ക് പീരീഡ് ഇൻഫ്ലോസ് ആകെ ഒരു ഇൻഫ്ലോയെ നമ്മുടെ കയ്യിലുള്ള. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഇൻഫ്ലോസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ഇക്വേഷൻ? ഒറിജിനൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. എന്തായിരിക്കും ഒറിജിനൽ കോസ്റ്റ്? എത്രയാണ്? പ്രൊജക്റ്റ് എക്സിൻ്റെ ഒറിജിനൽ കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 9000 ഡിവൈഡഡ് ബൈ ആനുവൽ ഇൻഫ്ലോ എത്രയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചത്? 4500. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2 കിട്ടി. അപ്പോൾ പ്രൊജക്റ്റ് എക്സിൻ്റെ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത് 2 years ആണ്. അതുപോലെ തന്നെ പ്രൊജക്റ്റ് വൈയും കണ്ടുപിടിക്കുക. അതിൻ്റെ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് 18000 ആണ്, ഡിവൈഡഡ് ബൈ അങ്ങനെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 6000. അപ്പോൾ 18000 ഡിവൈഡഡ് ബൈ 6000 ദാറ്റ് ഇസ് ഈക്വൽ ടു 3 years കിട്ടി. അങ്ങനെ നമ്മൾ പ്രൊജക്റ്റ് എക്സിൻ്റെയും അതുപോലെ പ്രൊജക്റ്റ് വൈയുടെയും പേ ബാക്ക് പീരീഡ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി രണ്ട് മെഷീനറി ഉള്ളത് കൊണ്ട് നമ്മൾ അഡ്വൈസ് എഴുതണം. പേ ബാക്ക് പീരീഡിലെ ഡിസിഷൻ റൂൾ ഏതാണ്? ഏറ്റവും കുറവ് ഏതിനാണോ അതിനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഏതിനാണ് ഏറ്റവും കുറവ്? 2 years ആയ പ്രൊജക്റ്റ് എക്സിനാണ് ഏറ്റവും കുറവ് ഇൻഫ്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, പ്രൊജക്റ്റ് മെഷീനറി എക്സ്. അപ്പോൾ ചെയ്താൽ ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു സെലക്ട് മെഷീനറി എക്സ്. എക്സ് മേടിക്കേണ്ടതാണ് നല്ലത്. 2 വർഷം കഴിയുമ്പോൾ നമുക്ക് ഇറക്കിയ മുതൽ തിരിച്ച് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇൻഫ്ലോസ് ഡയറക്റ്റായിട്ട് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, താങ്ക് യു.